എയ്ഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവും ഇല്ലേ? 15 വർഷം മുമ്പുള്ള ഒരു സംഭവം പറയാം. ഞാനും എൻ്റെ വൈഫും സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു സുഹൃത്തിനൊപ്പം ജോഹന്നാസ്ബർഗിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് പാർക്കുകളിലൊന്നായ ക്രൂഗർ നാഷണൽ പാർക്ക് കാണാൻ പോകുമ്പോൾ ഒരിടത്ത് ആഹാരം കഴിക്കാൻ കയറി. എൻ്റെ സുഹൃത്ത് എന്നെ ആദ്യം അല്പം പേടിപ്പിച്ച, പിന്നീട് ഒരു റിയാലിറ്റിയായി ഞാനും സ്വീകരിച്ച ഒരു കാര്യം പറഞ്ഞു. ഇവിടെ നമുക്ക് ആഹാരം തരുന്ന പെൺകുട്ടികളിൽ 80% എയ്ഡ്സ് രോഗികളാണ്. മറ്റുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. വേറെ ഓപ്ഷൻസ് ഇല്ല. നമുക്കും ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മളിൽ പലരും മനസ്സുകൊണ്ട് പറയുന്നത്, ചേട്ടാ എൻ്റെയും പ്രശ്നം എയ്ഡ്സ് ആണ്. എയ്ഡ്സ് ഉള്ളതിനാലാണ് ഞാൻ ഗതി പിടിക്കാത്തത്. എയ്ഡ്സ്, അക്വയർഡ് ഇൻകം ഡെഫിഷ്യൻസി സിൻഡ്രോം. ആവശ്യത്തിന് കാശില്ല. ഇന്ന് ഈ വീഡിയോ പറയും, എയ്ഡ്സ് അല്ല നമ്മുടെ പ്രശ്നം. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കും, ഉറപ്പ്. റോബർട്ട് കിയോസാക്കിയും ജോൺ ബെർലിയും പറയുന്നത്, പണത്തെ കാണുന്ന രീതി വെച്ച്, പണം സമ്പാദിക്കുന്ന സേവ് ചെയ്യുന്ന രീതി വെച്ച് മനുഷ്യരെ 7 തലത്തിലുള്ള നിക്ഷേപകരായി കാണാൻ സാധിക്കും. എത്ര തരം? 7. ഒരു വ്യക്തി ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് അല്പം നീങ്ങുന്നത് സാധാരണമാണെങ്കിലും മിക്ക ആളുകളും അവരുടെ ജീവിതകാലം മുഴുവൻ നിന്ന ലെവലിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. ഗുരുവും ഞാനും വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 പുസ്തകങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണടച്ച് പറയും. 1 കാഷ് ഫ്ലോ ക്വാഡ്രന്റ്, 2 ദ സൈക്കോളജി ഓഫ് മണി. ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റിൽ നിന്നാണ് ഈ 7 തരം ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചത്. അത് കഴിയുന്നത്ര ലളിതമായി പറയാം. നമ്മളിൽ പലരും ഒരു വലിയ കെണിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കൂടുതൽ പണമുണ്ടാക്കിയാൽ മാത്രമേ കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കൂ എന്ന സത്യമല്ലാത്ത കെണി. ഒരു വല്ലാത്ത കെണി. പലരും നെറ്റി ചുളിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും. പക്ഷേ സത്യം അതാണ്. നമ്മുടെ വരുമാനത്തിന് സാമ്പത്തിക ഭദ്രത നേടാനുള്ള കഴിവുമായി വളരെ കുറച്ച് ബന്ധമേ ഉള്ളൂ. നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾ എത്ര പണം സൂക്ഷിക്കുന്നു, അതുപയോഗിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിലാണ് കാര്യം. ഒരു ഉദാഹരണം പറയാം. വളരെ കൊച്ചു കുട്ടികൾ ഒഴികെ പലരും കേട്ടിട്ടുള്ള പേരാവും ടെന്നീസ് ഇതിഹാസം ബോറിസ് ബെക്കർ എന്ന ജർമ്മൻ. 1985 17-ാം വയസ്സിൽ വിംബിൾഡൺ ഫൈനൽ നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെയിൽ പ്ലെയറായി മാറിയ ബെക്കർ ഒറ്റ രാത്രി കൊണ്ട് ഒരു സെൻസേഷനായി വളർന്നു. 6 ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടങ്ങൾ ഉൾപ്പെടെ 49 സിംഗിൾസും 15 ഡബിൾസ് കിരീടങ്ങളും നേടിയ ബെക്കർ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 1000 കോടി സമ്പാദിച്ചു. എന്നാൽ 2017 തിരിച്ചടയ്ക്കാത്ത വായ്പയുടെ പേരിൽ ലണ്ടനിലെ ഒരു കോടതി അദ്ദേഹത്തെ പാപ്പരായി പ്രഖ്യാപിച്ചു. അതായത് 32 വർഷത്തിനുള്ളിൽ അദ്ദേഹം പാപ്പരായി. 2022 2.5 വർഷം UK-യിൽ തടവിലാക്കി. 8 മാസത്തിന് ശേഷം ജർമ്മനിയിലേക്ക് നാടുകടത്തി. എന്താവും കാരണം? മോശം മണി മാനേജ്മെൻറ്റ് ഹാബിറ്റ്സ്. അപ്പോൾ ലെസൺ നമ്പർ 1, കൂടുതൽ പൈസ കിട്ടിയാൽ ഞാൻ പണം സമ്പാദിച്ചു ഫിനാൻഷ്യൽ ഫ്രീഡം നേടും എന്ന ധാരണ തെറ്റ്. പകരം എത്ര കുറഞ്ഞ പൈസയിലും മണി മാനേജ്മെൻ്റ് അറിയാമെങ്കിൽ സമ്പാദ്യം കൂട്ടാം. ഏതൊരാൾക്കും പണക്കാരനാവാമെന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ലെവൽ 0, ദ നോൺ എക്സിസ്റ്റൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റോ? അതെന്താ? ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത, നിക്ഷേപത്തെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്ത കൂട്ടർ. ഉള്ളതുകൊണ്ട് ഓണം പോലെ. അവർക്ക് നിക്ഷേപങ്ങളോ സമ്പാദ്യമോ ഇല്ല. പണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചെലവ് ശീലങ്ങളിൽ അശ്രദ്ധ. എനിക്ക് വേണ്ടത്ര പണം കിട്ടുന്നില്ല, പിന്നെങ്ങനെ സമ്പാദിക്കും ചേട്ടാ? ഇവരുടെ കോമൺ ഡയലോഗ് ഇതാണ്. കൂടുതൽ പണം കിട്ടിയാൽ എല്ലാം ശരിയാകും. ഇത്തരം ആരെയെങ്കിലും അറിയാമോ?
കമൻറ്റ് ചെയ്യുക. വരുമാനം കുറവോ ഇല്ലാത്തതോ അല്ല ഇവരുടെ പ്രശ്നം, മറിച്ച് മണി മാനേജ്മെൻറ്റ് ശീലങ്ങളാണ്. പണത്തിൻ്റെ കാര്യങ്ങളിൽ പുലർത്തുന്ന വിവേകശൂന്യമായ അവഗണനയാണ്. കിട്ടുന്നു, ചെലവാക്കുന്നു, കഴിഞ്ഞു പോകുന്നു. പക്ഷേ സത്യം പറയാമല്ലോ, ഇനി പറയുന്ന ബാങ്ക് അക്കൗണ്ടുള്ള ക്രെഡിറ്റ് കാർഡൊക്കെയുള്ള മഹാന്മാരെക്കാളും മെച്ചമാണ് ഇവരുടെ സ്ഥിതി. ലെവൽ 1 ദ ബോറോവർ, കടത്തിനുമേൽ കടം. ഇവരും നിക്ഷേപകരല്ല, 1ാം ലെവലിലുള്ളവരെക്കാൾ കഷ്ടമാണ് ഇവരുടെ ഗതി. ഉണ്ടാക്കുന്നതെല്ലാം അവർ ചെലവഴിക്കുന്നു. അവർക്ക് നന്നായി അറിയാവുന്നത് ഒന്ന് മാത്രം: കടം വാങ്ങിയാണെങ്കിലും ചെലവാക്കുക. പൈസ ഇല്ലെങ്കിൽ പുതിയ ക്രെഡിറ്റ് കാർഡ് മുതൽ വീടിൻ്റെ ലോൺ പുതുക്കി അതിൽ നിന്ന് വരെ കടമെടുക്കും. കടം വാങ്ങുന്നവർ പലപ്പോഴും ഒരു വിപത്തിൽ കുടുങ്ങിയാണ് കിടപ്പ്. കടം പെരുകുന്നതിൻ്റെ അപകടം. അവസാനം ഇതെൻ്റെ വിധി, ഞാൻ ഗുണം പിടിക്കില്ല എന്ന മനോനിലയിലെത്തി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന നിലയിലാവുന്നു. ഇവരുടെ പ്രശ്നം മണി ഹാബിറ്റ്സ് തന്നെയാണ്. അവർ അറിയുന്നില്ല എന്ന് മാത്രം. വൈകാതെ കുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് വീഴാനായി നടന്നു നീങ്ങുന്നവർ. എന്നിരുന്നാലും വേണമെങ്കിൽ മാറ്റത്തിനുള്ള സാധ്യത ഇവർക്ക് വളരെ വലുതായിരിക്കാം. കാരണം അവർ കൂടുതൽ പണം സമ്പാദിക്കുന്നു. ഉപഭോഗം കുറച്ച്, ചെലവ് കുറച്ച്, വിസയും മാസ്റ്റർ കാർഡും കീറിക്കളഞ്ഞ്, സാമ്പത്തിക നിഷേധവും വിഷാദവും മാറ്റിവെച്ച് മനുഷ്യരെല്ലാം ഇപ്പോൾ ഗതികേടിലാണ്. നാട്ടിലെ സാഹചര്യം മോശമാണ്, അതുകൊണ്ട് ഞാനും ഈ നാടും ഗതി പിടിക്കില്ല എന്ന ചിന്ത മാറ്റി ഈ കുഴിയിൽ നിന്നും കരകയറാൻ എനിക്കും സാധിക്കും, ഞാൻ ഒന്നാഞ്ഞു പിടിച്ചാൽ മതി എന്ന ആത്മവിശ്വാസം ഇവരെ കരകയറ്റുമെന്നാണ് ജോൺ ബെർലി പറയുന്നത്. ലെവൽ 2 ദ സേവർ ദ ലൂസർ, ഉണ്ടാക്കുന്നു, ഇല്ലാതാക്കുന്നു. ഇവരിൽ 2 വിഭാഗം ഉണ്ട്. ഒന്ന്, ഒരു ചെറിയ തുക പതിവായി മാറ്റിവെക്കുന്നു. ഈ പണം പൊതുവെ റിസ്ക് കുറഞ്ഞ, റിട്ടേൺ കുറഞ്ഞ സേവിങ്സ്, ടേം ഡിപ്പോസിറ്റ് പോലെയുള്ള മണി മാർക്കറ്റ് അക്കൗണ്ടിൽ ഷോർട്ട് ടേം, മിഡ് ടേമായി നിക്ഷേപിച്ച് എൻ്റെ പൈസ സേഫാണ് എന്ന് സമാധാനിച്ച് ജീവിക്കുന്നു. എന്തിനാണ് സേവ് ചെയ്യുന്നത്? അതാണ് രസം. പണം സ്വരൂപിച്ച് ഒരു ടൂറിന് പോകും, അല്ലെങ്കിൽ പണം ലാഭിച്ച് ഒരു ബൈക്ക് വാങ്ങും, കാർ വാങ്ങും, ഒരു വലിയ TV വാങ്ങും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ഭയപ്പെടുന്ന ഇവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. എംപ്ലോയീസ് നല്ല ഒരു പങ്കും ഇതിൽപ്പെടുന്നു. രണ്ടാമത്തെ കൂട്ടർ ചിലവാക്കില്ല. ബാങ്കിൽ, പോസ്റ്റ് ഓഫീസിൽ അല്ലെങ്കിൽ ചിട്ടി നടത്തുന്ന ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനികളിൽ കൊണ്ട് പൈസ ഇടും. ഇന്നത്തെ നിലയിൽ നിങ്ങളുടെ ഈ നിക്ഷേപമെല്ലാം പണപ്പെരുപ്പത്തിനും നികുതികൾക്കും ശേഷം വെറും നഷ്ടക്കച്ചവടമാണെന്ന് ആരെങ്കിലും പറഞ്ഞാലും ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല. മാറ്റം വരുത്താൻ റെഡി ആവുകയുമില്ല. ഇവരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഹോൾ ലൈഫ് ഇൻഷുറൻസ്. അത് യൂലിപ്പ് ആവാം, മണി ബാക്ക് പോളിസി ആവാം. ഇൻഷുറൻസ് വ്യവസായം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇവരെയാണ്. അവർക്ക് വലിയ കമ്മീഷൻ ഉണ്ടാക്കാൻ പറ്റിയ വഴി. ഇനി പറയുന്നതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ എന്നെ ആരും പഠിപ്പിക്കേണ്ട എന്ന മനോഭാവം. 7% ഇൻഫ്ലേഷൻ, 7% പലിശ. ആർക്ക് ഗുണം? ബാങ്കിന്. ഇവർ സമ്മതിക്കില്ല. കൺസംഷൻ കൂടി വരുന്നു, ചെലവുകൾ കൂടുന്നു, വില കൂടുന്നു, എന്നാൽ ഇൻട്രസ്റ്റ് കൂടുന്നില്ല. അതും സമ്മതിക്കില്ല. റിട്ടയർമെൻറ്റ് സുഖമായി ജീവിക്കാൻ ബുദ്ധിമുട്ടി സേവ് ചെയ്യുന്നത് ആ സമയത്ത് റേഷൻ വാങ്ങാൻ പോലും തികയില്ല എന്നും ഇവരറിയുന്നില്ല. കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ച. ഇവർ എന്നും സാമ്പത്തികമായി ഒരു ഇടത്തരം ലെവൽ വിട്ട് ഉയരില്ല. ലെവൽ 3 ദ പാസീവ് ഇൻവെസ്റ്റർ. ഞാനാണ് ശരി. നിക്ഷേപത്തിൻ്റെയും പണ ഉപയോഗത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളുകൾ. മ്യൂച്വൽ ഫണ്ടുകൾ, ഓഹരികൾ, ബോണ്ടുകൾ ഇവയിൽ നിക്ഷേപിക്കുന്ന ഇവർ പൊതുവേ ബുദ്ധിമാന്മാരാണ്. അവർ മിഡിൽ ക്ലാസ് എന്ന വിഭാഗത്തിൻ്റെ 2/3 ഭാഗം വരും. എന്നിരുന്നാലും ഇവർ ഫൈനാൻഷ്യലി ഇല്ലിറ്ററേറ്റ് ആണ്. പക്ഷേ അവർ സമ്മതിക്കില്ല. ഇവർ സാധാരണയായി ഈ 3 വിഭാഗങ്ങളിൽ ഒന്നിൽപ്പെടുന്നു. എനിക്ക് അത്ര അറിവില്ല. ഇവരുടെ ഭാഷ ഇതാവും: ഞാൻ കണക്കിൽ അത്ര പോരാ. ഈ നിക്ഷേപമൊന്നും എൻ്റെ തലയിൽ കയറുന്ന വിഷയമല്ല. ആർക്കാ ഇതിനൊക്കെ സമയം? ജോലി, കുടുംബം കഴിഞ്ഞ് എവിടെ സമയം?
എൻ്റെ പൈസ പ്രൊഫഷണലുകൾ ഹാൻഡിൽ ചെയ്യട്ടെ. മാത്രമോ നല്ല അടിപൊളി ന്യായീകരണങ്ങൾ കേൾക്കണം. എൻ്റെ ഓഹരി ബ്രോക്കർ എൻ്റെ എല്ലാ നിക്ഷേപങ്ങളും തിരഞ്ഞെടുക്കുന്നു. അവർ ശരിക്കും ഒരു പ്രൊഫഷണലാണ്. എനിക്ക് നഗരത്തിലെ ഏറ്റവും മികച്ച ഫൈനാൻഷ്യൽ അഡ്വൈസറുണ്ട്. ഞാനൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അയാൾ നോക്കിക്കൊള്ളും. സ്വന്തം സാമ്പത്തിക ഭാവി മറ്റൊരാളുടെ കഴിവിന് വിട്ടുകൊടുക്കുന്നു എന്ന് സാരം. മറ്റൊരാളെ അന്ധമായി വിശ്വസിക്കുന്നു. പണം അവർ എവിടെയാണ് നിക്ഷേപിച്ചതെന്നോ എന്തിനെന്നോ ഇവർക്ക് വളരെ കുറച്ചേ അറിയൂ. സത്യത്തിൽ ഷോർട്ട് ടേം മിഡ് ടേം നിക്ഷേപങ്ങളിൽ നിന്നും ഈ കൂട്ടർ ഇൻഫ്ലേഷനെ മറികടക്കുന്ന പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. എക്സെപ്ഷൻസ് കാണും. 2, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. 10% റിട്ടേൺ നിരക്കിൽ കൂടുതലൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അത് ചുരുക്കം താപ്പാനകൾക്ക് മാത്രമേ കിട്ടൂ എന്ന് വിശ്വസിക്കുന്ന കൂട്ടർ. ഉയർന്ന റിട്ടേൺ നിരക്ക് അസാധ്യമാണെന്നും ഒരുപക്ഷെ നിയമവിരുദ്ധമാണെന്നും അവർ വിശ്വസിക്കുന്നു. നിങ്ങൾ അവരോട് പറയൂ, ഇത് ചെയ്യൂ, 20-30% റിട്ടേൺ കിട്ടും. ഉടൻ വരും മറുപടി, ഓ അത് വളരെ റിസ്കിയാണ്, ഇമ്പോസിബിൾ, ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ചെയ്യാനുള്ള കഴിവും അറിവും ഒന്നും എനിക്കില്ല സാറേ. സുഹൃത്തുക്കൾ വിജയിക്കുന്നത് കണ്ടാലും അത് അയാളുടെ ഭാഗ്യം, അത് എനിക്കില്ല എന്ന് കരുതി സമാധാനിക്കുന്ന ഒരു പരിധി വിടാൻ പേടിയുള്ള കൂട്ടർ. വെറുതെ കൂടുതൽ റിസ്ക് എടുക്കരുതെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്താനും ഇവർക്കിഷ്ടമാണ്. ഭയത്തിന് വഴങ്ങി സ്വന്തം സാമ്പത്തിക വളർച്ച തടയുന്നു. എന്നാൽ പെട്ടെന്ന് ആളുകൾ പണം സമ്പാദിക്കുന്നത് കാണുമ്പോൾ നഷ്ടമായ അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കും, കോപിക്കും. കഷ്ടം, ഞാനും അതിലേക്ക് നേരത്തെ പോകേണ്ടതായിരുന്നു എന്ന് പിറുപിറുക്കും. അവരുടെ സ്വന്തം ചിന്താഗതിയാണ് ഉത്തരവാദി. ആവശ്യമായ അറിവ് നേടാൻ അവർ തയ്യാറല്ല. ഇരകൾ, അയ്യോ മാർക്കറ്റ് തകരുന്നു, ഇപ്പോൾ വിറ്റില്ല എങ്കിൽ എല്ലാം പോകും. കയ്യിലുള്ള ഷെയർ നഷ്ടത്തിലും വിൽക്കും. പാസീവ് ഇൻവെസ്റ്ററിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെയും പത്ര റിപ്പോർട്ടുകളെയും വിശ്വസിക്കുന്നതിനാലും TV-ക്കാരോ പത്രമോ പറയുന്ന കാര്യങ്ങളനുസരിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാൽ 90%-ലധികവും പണം നഷ്ടപ്പെടുന്നു. അവർ കുറച്ച് പണം സ്വരൂപിക്കുകയും ഒരൊറ്റ വിപണി തകർച്ചയിൽ അത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പിന്നൊറ്റ ഡയലോഗാണ്, ഷെയർ മാർക്കറ്റ് പൈസ കളയാനുള്ള വഴിയാണ്, എനിക്ക് 10 ലക്ഷം പോയി കിട്ടി. സമ്പത്ത് എന്താണെന്നും അതെങ്ങനെ നിർമ്മിക്കാമെന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ അവർ സമയമെടുക്കുന്നില്ല. ബ്രോക്കർ അവരുടെ കോൾ എടുക്കുന്നതിൽ സന്തോഷിക്കുന്നു. കാരണം ഇവർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതെല്ലാം അവർക്ക് കമ്മീഷൻ നൽകുന്നു. ഒരു 10 വർഷം മുമ്പ് ലക്ഷക്കണക്കിന് പൈസ ബ്രോക്കർ എന്ന മണ്ടന്മാർ വഴി തുലച്ച ഒരു കൂട്ടരാണിത്. അവരിപ്പോഴും കാണും നമ്മുടെ ചുറ്റിലും. ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ? അതോ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നമ്മളിലേക്ക് തന്നെ ചൂണ്ടുകയാണോ? ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റർ. ഈ വീഡിയോ കാണുന്ന എൻ്റെ ഗുരുവും ഞാനും സുഹൃത്തുക്കൾ ഏറ്റവും കുറഞ്ഞത് എത്തിച്ചേരേണ്ടത് ഇവിടെയാണ്. ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റർ ലെവലിലെത്തുമ്പോൾ നമ്മളുടെ നിക്ഷേപത്തിൽ വിജയം ഉറപ്പാണ്. നമ്മൾ യഥാർത്ഥ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള പാതയിലാണ്. നിക്ഷേപത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം. പാസീവ് ഇൻവെസ്റ്ററിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ നിക്ഷേപ തീരുമാനങ്ങളിൽ സജീവമായി ഏർപ്പെടുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നന്നായി അറിയാം. സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ പ്രാപ്തരാക്കുന്ന ഒരു ലോങ് ടൈം പ്ലാൻ നമ്മൾ വ്യക്തമായി എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. സുഹൃത്തെ, അറിയുക, ഇത് വളരെ വ്യക്തമായ, വളരെ ലളിതമായ ഒരു പദ്ധതിയാണ്. നമ്മൾ സ്പെക്കുലേഷൻ, മാർജിൻ സെല്ലിംഗ്, ഓപ്ഷൻ സെല്ലിംഗ് തുടങ്ങിയ ഫാൻസി മാർഗങ്ങൾ ഒന്നും നോക്കില്ല. പളപളമിന്നുന്ന വണ്ടികളിലോ കൊട്ടാരം പോലെയുള്ള വീടുകളിലോ അന്തിച്ചർച്ചകളിലോ വരില്ല. നമ്മളാണ് ശരിക്കും പാസീവ് ഇൻവെസ്റ്റർ. നല്ല ഷെയറുകൾ അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നു, സോളിഡ് നിക്ഷേപങ്ങൾ നടത്തുന്നു, ദീർഘകാലത്തേക്ക് അവ കൈവശം വയ്ക്കുന്നു. വാരൻ ബഫറ്റിനെ പോലെ, ടെമ്പിൾട്ടനെ പോലെ കോടികൾ ഉണ്ടാവും വരെ നമ്മളെ ആരും അറിയുക പോലുമില്ല. ട്രസ്റ്റ് മീ, നമുക്കും ഇത് വളരെ നന്നായി ചെയ്യാൻ കഴിയും. ആകെ വേണ്ടത് ഇനി പറയുന്ന 7 കറക്ഷൻസ് മാത്രം. സമ്പന്നരുടെ 7 പണരഹസ്യങ്ങൾ. ലെവൽ 5, ദ ആക്റ്റീവ് ഇൻവെസ്റ്റർ, ദ മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ് ഓഫ് ദ മാർക്കറ്റ്. യെസ്, ഐ സെഡ്
മാർക്കറ്റ്, നോട്ട് ദ വേൾഡ്. ഇവരാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ 20% കൊണ്ട് ജീവിക്കുകയും 80% സേവ് ചെയ്യുകയും ചെയ്യുന്ന, കമ്പനികളെ അറിയുന്ന, അവരുടെ ഉള്ളിലെ കളികൾ അറിയുന്ന കൂട്ടർ. റിയൽ എസ്റ്റേറ്റ് എന്താണെന്നും എങ്ങനെ എപ്പോൾ വില കൂടുമെന്നും കുറയുമെന്നും അറിയുന്ന കൂട്ടർ. ഇവർ ലക്ഷറിയിൽ ജീവിക്കുന്നു. കാരണം ലക്ഷറിക്ക് വേണ്ടതെല്ലാം ഇവരുടെ നിക്ഷേപം നേടിക്കൊടുക്കുന്നു. ഇവരുടെ വണ്ടിയോ മറ്റു ലക്ഷറികളോ ഇവരുടെ പൈസയല്ല, മറിച്ച് സർക്കാരിന് കൊടുക്കേണ്ട ടാക്സ് വിജയകരമായി എക്സ്പെൻസസ് എന്ന കണക്കിൽപ്പെടുത്തി ഉപയോഗിക്കുന്നു. ഇതൊരു ചെറിയ ശതമാനം മാത്രമാണ്. ഇവരിൽ ഒരാളാകാൻ പല യോഗ്യത വേണം. എന്നാൽ ഒന്നുണ്ട്, ലെവൽ 4 കടക്കാത്ത ഒരാൾക്ക് ഇവിടെ എത്തുക അസാധ്യമാണ്. പണമെറിഞ്ഞ് പണം കൊയ്യാമെന്ന് കരുതി നേരിട്ടിറങ്ങിയ പലരും തോറ്റ ചരിത്രമുണ്ട്. അതിനാൽ നമ്മുടെ ലക്ഷ്യം ലെവൽ 4 ആകട്ടെ. ലെവൽ 6, ദ ക്യാപിറ്റലിസ്റ്റ്, ദ റിയൽ മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ് ഓഫ് ദ വേൾഡ്. സമ്പത്ത് കൊണ്ട് വ്യവസായങ്ങൾ, ആയിരക്കണക്കിന് ജോലി, ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന ചാരിറ്റി, സ്വന്തം ജീവിതം കൊണ്ട് സാമ്രാജ്യം ക്രിയേറ്റ് ചെയ്യുകയും അടുത്ത 10 തലമുറ ഓർക്കാൻ വേണ്ടതെല്ലാം ചെയ്തു വയ്ക്കുകയും ചെയ്യുന്ന സിഗ്നിഫിക്കൻ്റ് ലെവലിൽ ജീവിക്കുന്ന ഒരു വളരെ വളരെ ചെറിയ ശതമാനം. പക്ഷേ ലോകത്തിലെ സമ്പത്തിൻ്റെ പകുതിയും ഇവരുടെ കയ്യിലാണ് എന്നത് ഒരു നഗ്ന സത്യം. ഒറ്റ വാചകത്തിൽ ക്ലോസ് ചെയ്യട്ടെ. ഡോണ്ട് ഗോ ഫോർവേഡ് ഇൻ ലൈഫ്, ഡു ഗ്രോ ഫോർവേഡ് ഇൻ ലൈഫ്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. താങ്ക് യു വെരി മച്ച്.